ദൈവവചനം എല്ലാ ദിവസവും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ കിട്ടുന്നൊരു ദൈവീക സംരക്ഷണമുണ്ട്. ദൈവം ഒരുക്കുന്ന ഒരു ശക്തിയുടെ ഒരു വലയമുണ്ട്. കാണാൻ കഴിയുന്നില്ലെങ്കിലും അത് ജീവിതത്തിൽ പലർക്കും വ്യക്തമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്ന ഈ വചനം അങ്ങനെയാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഭിത്തിയെ ഒന്നും ആർത്തിരമ്പിയാലും ആഞ്ഞടിച്ചാലും അതിനെ മറികടക്കാനോ അതിനെ തോപ്പിക്കാനോ പറ്റുന്നില്ല, വിജയിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിൽക്കുന്ന നിങ്ങളെ പിശാചിന് തോൽപ്പിക്കാൻ സാധിക്കില്ല, അന്ധകാര ശക്തിക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. അവ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല. കാരണം നിങ്ങൾ നിൽക്കുന്നത് ദൈവികമായ സംരക്ഷണത്തിൻ്റെ ഒരു ഭിത്തിക്കകത്താണ്, ഒരു സംരക്ഷണത്തിനകത്താണ്. നിങ്ങളൊരു പക്ഷേ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, ഇതുപോലെ ഒരു ദൈവീക സംരക്ഷണം, ശക്തിയുള്ളൊരു ദൈവീക സംരക്ഷണം ഞങ്ങൾക്ക് ജീവിതത്തിന് ചുറ്റും തരണമേ. പലതും ഉയർന്നു വരും, പലതും ആഞ്ഞടിക്കും, പലതും വെല്ലുവിളിക്കും, പലതും അതിനെ ആർത്തിരമ്പുന്ന പോലെ വരും, തിരമാല പോലെ. പക്ഷെ മറികടക്കില്ല, വിജയിക്കില്ല. ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറയാം: കർത്താവേ, ഞാൻ തിന്മയെ ഭയപ്പെടുകയില്ല, ഞാൻ അനർത്ഥങ്ങളെ ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു ദൈവീക സംരക്ഷണത്തിൻ്റെ ഭിത്തിയുണ്ട്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം, നിങ്ങളുടെ മക്കളിലുണ്ടാകണം, സാമ്പത്തികത്തിലുണ്ടാകണം, ആരോഗ്യത്തിലുണ്ടാകണം, ജീവിത വഴിത്താരകളിൽ ഉണ്ടാകണം ഈ സംരക്ഷണം. ഇന്ന് ആരെല്ലാം ഈ വചനം കേൾക്കുന്നോ അവരെല്ലാം വിശ്വാസത്തോടെ പറയണം: കർത്താവേ, അതുപോലെയുള്ള മറികടക്കാൻ കഴിയാത്ത, വിജയിക്കാൻ കഴിയാത്ത വിധത്തിൽ, മറ്റൊരു ശക്തിക്കും വിജയിക്കാൻ കഴിയാത്ത, ആർത്തിരമ്പിയാലും തോപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും അങ്ങയുടെ ഒരു ശക്തിയുടെ സംരക്ഷണ ഭിത്തി ഉണ്ടാകണമേ. അങ്ങയുടെ ഒരു സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടുണ്ടാകണമേ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനകത്തും, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ആരോഗ്യം, ആയുസ്, എല്ലാ സമ്പത്ത്, വരുമാനം, വിദ്യാഭ്യാസം എന്നിങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ സഞ്ചരിക്കുന്ന ഇടങ്ങൾ, ഓടിക്കുന്ന വാഹനങ്ങൾ, എല്ലാത്തിൻ്റെ മേലും ഒരു ദൈവിക സംരക്ഷണം. ഹല്ലേലൂയ! ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ ഒരു കരുതലാണ്, ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അത് നിങ്ങളിലുണ്ട്. ഇത് നിങ്ങൾ അനേകം ആളുകൾക്ക് ഈ വചനം കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വ്യാഴാഴ്ചയും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ബുക്ക് ചെയ്തവർക്ക് വ്യാഴാഴ്ച വരാം, ആർക്ക് വേണമെങ്കിലും വെള്ളിയാഴ്ച വന്ന് ഏകദിന ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഏറെ അനുഗ്രഹമാകുന്നു. അനേകർക്കത് വിടുതലിനും സൗഖ്യത്തിനും നന്മയ്ക്കും കാരണമാകുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.